നമസ്കാരം. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ബിസിനസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കൂട്ടുകാരൻ പുള്ളി ആളൊരു മെക്കാനിക്കാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, അതായത് നമുക്ക് സമയം കിട്ടുന്നില്ല. അതായത് നമുക്കിപ്പോൾ വണ്ടിക്ക് സർവീസ് ഡ്യൂ ആയി, നമുക്കിപ്പോൾ പോകാനായിട്ട് കൊണ്ട് കൊടുക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ്, അങ്ങനെയൊക്കെ ഇപ്പോൾ ഒത്തിരി പേർക്ക് ഒരുപാട് ഡിലേ ഒക്കെ ആയിട്ട് ഈ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിലേ ആക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വൈഫിൻ്റെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കുറേ കാലമായിട്ട് ഡ്യൂ ആയിരുന്നു. അപ്പം ആ വണ്ടി ഒരു ഗാരേജിൽ കൊണ്ട് കൊടുത്ത് അവിടെ പിന്നെ നമ്മൾ തിരിച്ചു വന്ന് പിന്നെ തിരിച്ചു പോയി വണ്ടി എടുത്ത് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. അൺലെസ് നമ്മൾ ഏതെങ്കിലും വലിയ വലിയ ഷോറൂമിൽ സർവീസ് ചെയ്തെങ്കിലല്ലാതെ നമുക്കൊരു കേർട്ടസി കാർ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും കിട്ടാനുള്ള സാധ്യത ലോക്കൽ ഗാരേജിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ വീട്ടിലൊരു മൊബൈൽ മെക്കാനിക്കിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ മൊബൈൽ മെക്കാനിക്കിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെയാണ് നമുക്കറിയാം, അവർ വീട്ടിൽ വരുന്നതിന് തന്നെ നല്ല രീതിയിലുള്ള കാശ് ചാർജ് ചെയ്യും, പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാനിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ട്രൈ ചെയ്തിരുന്നു ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ സുഹൃത്ത് പുള്ളി പുറകെ നിൽപ്പുണ്ട്. പുള്ളിയുടെ ബിജു എന്നാണ് ആളുടെ പേര്. പുള്ളി നമ്മുടെ ഈ ബ്രിസ്ബേൺ സൗത്തിൽ ഒരു എന്താ പറയുക മൊബൈൽ മെക്കാനിക്, പുള്ളി മെക്കാനിക്കാണ്, പ്രൊഫഷണൽ മെക്കാനിക്കാണ്. 10-20 വർഷത്തിൽ കൂടുതൽ അനുഭവസ്ഥനാണ്. അത്യാവശ്യം നമുക്കൊക്കെ വണ്ടിയുടെ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പുള്ളി വിളിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പുള്ളിക്ക് ഈ സൗത്ത് ബ്രിസ്ബേണിൽ ഇതുണ്ട്, പെനിൻസുലാർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഗാരേജ് വർക്ക്ഷോപ്പ് പുള്ളി ഇപ്പം ഈ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. അപ്പം നമുക്കിപ്പോൾ രാവിലെ പുള്ളി 8 മണിയായപ്പോൾ വന്നു, നമ്മുടെ വണ്ടി നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു സെറ്റപ്പാക്കി. പുള്ളിക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പുള്ളി വീട്ടിൽ വെച്ച് തന്നെ ചെയ്യും. അല്ലെങ്കിൽ പുള്ളിയുടെ ഗ്യാരേജ് വർക്ക്ഷോപ്പുണ്ട്, സ്വന്തം വർക്ക്ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ബിജുവിനെ പരിചയപ്പെടാം. ബിജു എന്നാണ് ആളുടെ പേര്. ബിജുവിനെ നമുക്ക് പരിചയപ്പെടാം, പുള്ളി ചെയ്യുന്ന സേവനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ബിജു. ഹലോ ബിജു, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് മെക്കാനിക്കൽ ഫീൽഡ്? ബിജു, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇവിടെയല്ല, ടോട്ടൽ 27 ഇയർ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ഓൾ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്തേക്കണേ. നാട്ടിൽ നമ്മുടെ സുസുക്കിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിൽ ഹോണ്ടയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗൾഫിലായിരുന്നു 6 വർഷത്തോളം. അതിനുശേഷം 2009 ഞാൻ അഡലൈഡിൽ വന്നു. അഡലൈഡിൽ മിത്സുബിഷി ഇസുസുവിൽ വർക്ക് ചെയ്തു. 2019 ഞാൻ മെർസിഡീസിൽ ജോയിൻ ചെയ്തു. അവിടെ മെർസിഡീസ് ബെൻസിൽ, അതെ, മെർസിഡീസ് ബെൻസിൽ നിന്ന് പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. നിങ്ങൾ മുമ്പ് അഡലൈഡിൽ നിന്ന് വന്നല്ലേ? അഡലൈഡിൽ നിങ്ങൾ ബെൻസിലായിരുന്നു അല്ലേ? അവിടെയും ബെൻസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മെർസിഡീസ് ബെൻസ് ബ്രിസ്ബേൻ സിറ്റിയിലുള്ള ന്യൂ സ്റ്റേഡിലുള്ള ബ്രിസ്ബേൻ മെർസിഡീസ് ബെൻസിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ അത് നിർത്തി ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു മൊബൈൽ മെക്കാനിക് എന്ന ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സെറ്റപ്പും വണ്ടിക്കകത്തുണ്ട്. എല്ലാ സെറ്റപ്പും വണ്ടിയുടെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ കൂടുതലായാലും എല്ലാം സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ്, ലോഗ് ബുക്ക് സർവീസ്, അതുപോലെ സ്റ്റാമ്പ് ചെയ്ത് സർവീസ്, പ്രോപ്പർ ലോഗ് ബുക്ക് സർവീസ്, എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെയും റെക്കമെൻഡേഷൻസ് അനുസരിച്ചുള്ള എൻജിൻ ഓയിലും ഫിൽറ്ററും റീപ്ലേസ്മെൻറ്റും, പ്ലസ് പല മാനുഫാക്ചേഴ്സും ഓരോ സർവീസിലും പല കാര്യങ്ങൾ അവരുടെ ആവശ്യപ്പെടുന്നുണ്ട്. പീരിയോഡിക്കായിട്ട് മാറ്റേണ്ട സാധനങ്ങൾ അത് നമ്മൾ അതിൻ്റെ ഡാറ്റ എടുത്ത് അത് റെക്കമെൻഡ് ചെയ്ത് കസ്റ്റമറുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മളത് മാറ്റി കൊടുക്കും. ഇലക്ട്രിക്കൽ വർക്കും നമ്മൾ നോക്കും. എല്ലാ ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ എല്ലാം. അപ്പോൾസ്റ്ററി ഇല്ല. ഇലക്ട്രിക്കൽ വർക്കും നമ്മൾ നോക്കും. എല്ലാ ബ്രാൻഡിലുള്ള കാറുകളും ചെയ്യും. യൂറോപ്യൻ കാറുകളും ജാപ്പനീസ് കാറുകളും പുതുതായിട്ട് വന്നതിനാണ് ഈവൻ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സർവീസ് കൊടുക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ബ്രിസ്ബേൻ സൗത്തിലാണ് ഞാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഞാൻ ഇപ്സ്വിച്ച് വരെ പോവാറുണ്ട് മൊബൈൽ സർവീസ് ആയിട്ട്. അതുപോലെ തന്നെ ഗോൾഡ് കോസ്റ്റ് ഇപ്സ്വിച്ച് എനിക്ക് തോന്നുന്നു ഒരു 35-40 കിലോമീറ്റർ ഉണ്ട്. ആ 40 കിലോമീറ്റർ നിങ്ങൾ കവർ ചെയ്യും. അത് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല, എൻ്റെ സർവീസ് ചാർജ് തന്നെ ഉള്ളൂ. പക്ഷേ നമ്മൾ നോർമലി നമ്മൾ അവിടെ ഒരു 4 വണ്ടി 5 വണ്ടി അവിടെ ബുക്ക് ആകുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോവാറ്. അവിടെ തന്നെ ഗോൾഡ് കോസ്റ്റും പോവാറുണ്ട്, ബ്രിസ്ബേൻ നോർത്തിൽ പോകാറുണ്ട്. അതോടൊപ്പം പിന്നെ ഈ ലോക്കൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ലോക്കൽ ഏരിയ ആണ്, ബ്രിസ്ബേൻ സൗത്ത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് തിരക്കുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ കംപ്ലൈൻറ്റ് അറ്റൻഡിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യലി ലോഗ് ബുക്ക് സർവീസ്. നമ്മൾ നിങ്ങളുടെ വണ്ടി അടുത്ത 1 വർഷം, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് പറയുന്ന പോലെ അടുത്ത 1 വർഷം അല്ലെങ്കിൽ 6 മാസം
വരാനിരിക്കുന്ന കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് അങ്ങനെയുള്ള സസ്പെൻഷൻ ഇഷ്യൂസ് വരാനിരിക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം പ്രീ ഡിറ്റർമിൻ ചെയ്ത് അത് കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും നല്ലൊരു ക്വാളിറ്റി സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് അതല്ല ഞാനിപ്പോൾ പറഞ്ഞ വീഡിയോ എടുക്കാൻ പുള്ളി എൻ്റെ വണ്ടി നമ്മുടെ ഓയിൽ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴാണ് ബ്രേക്ക് പാഡ്, വൈഫിൻ്റെ വണ്ടിയാണല്ലോ, അപ്പോൾ ബ്രേക്ക് പാഡും അതിൻ്റെ എന്താ പറയുക റോട്ടറും അതെല്ലാം ഡിസ്കും പാടും എല്ലാം തീർന്നിരിക്കുക. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ടുവരണല്ലേ, കൊണ്ടുവന്ന് വേണം. നമുക്ക് അവിടെ ഇട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലാതെ തന്നെയല്ല ഡ്രൈവായിട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പലർക്കും അതാണ് ഒരു പിന്നെ അതൊരു പ്രശ്നമാണ്. പലരുടെയും ഡ്രൈവുകൾ വൃത്തികേടാവും, അല്ലെങ്കിൽ ഗ്യാരേജ് വൃത്തികേടാവുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്വാളിറ്റിയുടെ കാര്യം നേരത്തെ മേബിൾ പറഞ്ഞ പോലെ ക്വാളിറ്റി നമ്മൾ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പല വണ്ടികളും കംപ്ലൈൻറ്റുകൾ വരുന്നത് ഞാൻ കണ്ട എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വണ്ടിയുടെ പ്രോപ്പർ ക്വാളിറ്റിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. മീൻസ് പാർട്സ് പൈസ നമുക്ക് ചിലപ്പോൾ ആ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ പാർട്സിൻ്റെ പൈസ മാത്രമാണ് നിങ്ങൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നത്. ലേബർ ചാർജ് ഓൾമോസ്റ്റ് ഒരു ടെക്നീഷ്യനും എനിക്ക് തോന്നുന്നില്ല അത് സർവൈവ് ചെയ്യുന്നു. അവർക്ക് പറ്റില്ല. കാരണം ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിന് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഓട്ടോമൊബൈൽ ഞാൻ 3 വർഷത്തെ എൻജിനീയറിങ് കഴിഞ്ഞ് നാട്ടിൽ ജോലി ചെയ്ത് ഇവിടെ ജോലി ചെയ്ത് പല മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്നും ട്രെയിനിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി, നമുക്ക് അറിയുന്ന പണി ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു കോംപ്രമൈസ് 30 രൂപയ്ക്ക് ഓയിൽ കിട്ടും, 85 രൂപയ്ക്ക് ഓയിൽ കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഏറ്റവും കൂടിയ ഓയില് പെൻറൈറ്റിൻ്റെ ഓയിലാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻറൈറ്റിൻ്റെ പല ഓയിലുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വണ്ടിക്കും ഓരോ കോൺസെൻട്രേഷൻ, അതിൻ്റെ വിസ്കോസിറ്റി, ആ വിസ്കോസിറ്റി ഡിഫറെൻറ്റ് വിസ്കോസിറ്റിയിലാണ് ഓയിലുകൾ വരുന്നത്. പല വണ്ടികൾക്കും പലതരത്തിലുള്ള വിസ്കോസിറ്റിയിലുള്ള ഓയിൽ ഉപയോഗിക്കണം. എല്ലാ വണ്ടിക്കും എല്ലാ ഓയിലും ഒരേ ഓയിൽ തന്നെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പ്രൈസിൽ വേരിയേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് വേരിയേഷൻസ് ഉണ്ട്. ചെറിയ വണ്ടികൾ ചെയ്യുന്ന പ്രൈസിലല്ല നമ്മൾ വലിയ വണ്ടികൾ സർവീസ് ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൈസ് വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവും വണ്ടികൾ തമ്മിൽ, വണ്ടികളുടെ ഇതനുസരിച്ചുള്ള വ്യത്യാസം. കാരണം വേറെ ഒന്നുമല്ല, ഈ ഓയിൽ നമ്മൾ വേറെ ആയിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ OEM പാർട്സ്, നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്തും ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ചീപ്പ് ക്വാളിറ്റി പാർട്സോ അല്ലെങ്കിൽ ഓയിൽസോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈഫ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ പീരിയോഡിക്കായിട്ടുള്ള മെയിൻ്റനൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിലെങ്കിലും വണ്ടി ഒരു മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ നടത്തി വണ്ടിയെല്ലാം ക്ലിയർ ആണ്, ബ്രേക്ക് അതോടൊപ്പം ടയറ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി, അത് പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടി കാരണം അവർക്കത് അറിയില്ലല്ലോ. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് സേഫായിട്ട് വണ്ടി ഹൈവേകളിലും മറ്റും ഉപയോഗിക്കാനായിട്ട് റെഡി ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് സേഫ്റ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ് ടയറും ബ്രേക്കും. ഈ 2 സാധനം നമ്മൾ പീരിയോഡിക്കായിട്ട് നിങ്ങൾ ചെയ്ത് അത് കൃത്യമായിട്ട് ഉള്ള പാർട്സ് ഉപയോഗിച്ച് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നിങ്ങളൊരു പൈസ നോക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ചീപ്പ് ടയേഴ്സ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. അത് എൻ്റെ വളരെ വലിയൊരു റെക്കമെൻഡേഷൻസ് ആണ്. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ചീപ്പ് ടയേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ടയേഴ്സിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടയേഴ്സ് നിങ്ങൾ ഉപയോഗിച്ചോ, അതിൻ്റെ ലൈഫും അതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ ഫ്യൂവൽ എക്കോണമി എല്ലാം വ്യത്യാസമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതൊരു ചെറിയ കാര്യമല്ല ടയറ്. കാരണം ഈ ടയറ് വെറുതെ ടയർ ഉരുളാനുള്ള സാധനമല്ല, അത് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടുന്ന ഒരു സാധനം കൂടിയാണ്. നല്ല ടയർ ഉണ്ടെങ്കിലേ നമുക്ക് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് മാത്രമല്ല വണ്ടീനെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ നമ്മൾ ഇത് ചെയ്യുന്നത് അതിൻ്റെ ടയറും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ
വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ടയറും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ബ്രേക്ക് പാഡും അതിൻ്റെ റോട്ടറും എല്ലാം അതിൻ്റെ വിയറും അനുസരിച്ച് മാറേണ്ടതാണെങ്കിൽ മാറുക. മെഷീനിങ് നമുക്ക് ചില സമയത്ത് മെഷീനിങ് ചെയ്ത് തരാൻ പറ്റും. മെഷീനിങ് ചെയ്യാൻ പറ്റുന്ന ഗ്രൈൻഡ് ചെയ്യുന്ന പരിപാടി അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഒരു മിനിമം തിക്നെസ് വേണം. ആ മിനിമം തിക്നെസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ. പക്ഷേ അതിനുള്ള മെനക്കേടൊക്കെ നോക്കുമ്പോഴത്തേനും ഒരു പുതിയ റോട്ടർ മേടിച്ചിട്ട് തന്നെ അത് ചില സമയത്ത് നമ്മൾ ഈ മെഷീനിങ് ചെയ്യണ പൈസയും അതൊക്കെ പടം നോക്കുമ്പോൾ ചിലപ്പോൾ പുതിയ റോട്ടർ അത് ഏകദേശം പൈസക്ക് കിട്ടും. അപ്പോഴും ആ റോട്ടറിലും ഇതേപോലെ തന്നെയുള്ള ക്വാളിറ്റി നോക്കണം ഇതിൻ്റെ മെറ്റീരിയൽ. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് പരമായിട്ട് വണ്ടിയുടെ മെയിൻ്റനൻസ്. പിന്നെ ലോഗ് ബുക്ക് സർവീസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റഡ് ആയിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, പിന്നെ ട്രാൻസ്മിഷൻ ഓയിൽ ഏതെങ്കിലും വണ്ടികൾക്ക് റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മുടെ വണ്ടിക്കുണ്ടോ ട്രാൻസ്മിഷൻ? പിന്നെ നമ്മുടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ബുക്ക് നോക്കിയിട്ട് ഞാൻ പറയാം. ട്രാൻസ്മിഷൻ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രാൻസ്മിഷൻ്റെ ഓയിൽ നമുക്ക് അത് ട്രാൻസ്മിഷൻ ഫെയിലാകുന്നത് എപ്പോഴും ഓയിൽ റീപ്ലേസ്മെൻറ്റ് കറക്റ്റ് അല്ലാഞ്ഞിട്ടാണ് ട്രാൻസ്മിഷൻ എപ്പോഴും ഫെയിലാകുന്നത്. കാരണം ട്രാൻസ്മിഷൻ്റെ ഫ്ലൂയിഡ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻറ്റ്. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പോലെ തന്നെയാണ് ആ ട്രാൻസ്മിഷൻ്റെ അകത്ത് ഈ ഫ്ലൂയിഡ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗിയർ അതെ ഗിയർ ട്രാൻസ്മിഷൻ നമ്മളെ ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ. ഈ ഓട്ടോമാറ്റിക് ഗിയറിലുള്ള ഗിയർ സിസ്റ്റം അത് വർക്ക് ചെയ്യുന്നത് ആ ഫ്ലൂയിഡ് പ്രഷറിലാണ്. ഈ ഫ്ലൂയിഡ് പ്രഷറാണ് ഈ വാഹനത്തെ മുന്നോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ട്രാൻസ്മിഷന് പ്രോബ്ലം ഉണ്ടാകും. അത് വലിയൊരു കോസ്റ്റാണ്. ഒരു ട്രാൻസ്മിഷൻ ഫെയിലായി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ സർവീസ്, പ്ലസ് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ്, പിന്നെ എയർ ഫിൽറ്റർ, ക്യാബിൻ ഫിൽറ്റർ അത് ഞാൻ പറയാം കേട്ടോ. പോളൻ ഫിൽറ്ററിനെ കുറിച്ച് ഞാൻ പറയാം. പ്ലസ് ഫ്യൂവൽ ഫിൽറ്റർ. ഡീസൽ വണ്ടികൾക്ക് എപ്പോഴും ഫ്യൂവൽ ഫിൽറ്റർ പീരിയോഡിക്കായിട്ട് മാനുഫാക്ചേഴ്സ് പറയുന്ന അതേ സമയത്ത് തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഡീസൽ ഫ്യൂവലിൽ അഡിറ്റീവ്സ് കൂടുതലാണ്, കണ്ടാമിനേഷൻസ് കൂടുതൽ വരാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഫ്യൂവൽ ഫിൽറ്റർ എപ്പോഴും ഡീസൽ വണ്ടികളിൽ പീരിയോഡിക്കായിട്ട് ആ മാനുഫാക്ചേഴ്സ് പറയുന്ന സമയങ്ങളിൽ തന്നെ ചെയ്യുന്നത് വളരെ ഉചിതമാണ്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോളൻ ഫിൽറ്റർ. ഈ പോളൻ ഫിൽറ്റർ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഓസ്ട്രേലിയ വന്നതിന് ശേഷവും പ്രത്യേകിച്ച് ക്യൂൻസ്ലാൻഡ് വന്നതിന് ശേഷവും പല ടെക്നീഷ്യന്മാർക്കും ഇത് അറിയാഞ്ഞിട്ടാണോ അവർക്ക് സമയം കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇത് ചെക്ക് ചെയ്യാറില്ല. ഈ പോളൻ ഫിൽറ്റർ നമ്മുടെ പല വണ്ടികളുടെയും ഡാഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആണ് ഇരിക്കുന്നത്. അത് തുറന്നു നോക്കി അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പോളൻ ഫിൽറ്റർ കൂടുതൽ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ കൂളിംഗ് എഫിഷ്യൻസി കുറയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് കയറുന്ന ഈ ഡസ്റ്റും ഈ പൊടിയും എല്ലാം ഇതിൻ്റെ അകത്തുള്ള മിക്സായി വരുന്ന അത് പലതരത്തിലുള്ള അസുഖങ്ങൾ, അത് മോൾഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള മോൾഡ്, അതായത് ഇതൊരു വെറ്റ് ഈ ഇവാപ്പറേറ്ററൊക്കെ ഇതിലൊക്കെ വരുന്ന ഈ പൊടി അത് മോൾഡ് ക്രിയേറ്റ് ചെയ്യും. പലതരത്തിലുള്ള പല കസ്റ്റമേഴ്സ് എന്നോട് കംപ്ലയിൻറ്റ് പറയാറുണ്ട്, ഇത് ചെറിയ ബിജു സ്മെല്ല് വരുന്നുണ്ടെന്ന്. ഈ സ്മെല്ല് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ എ സി ഫിൽറ്റർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാതെ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മോൾഡിൽ നിന്ന് വരുന്ന സ്മെല്ലാണ്, മോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന സ്മെല്ലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ പീരിയോഡിക് സർവീസിൽ ജസ്റ്റ് ഓയിലും ഫിൽറ്ററും മാത്രമല്ല, വണ്ടി സർവീസ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് എയർ ഫിൽറ്റർ, എ സി ഫിൽറ്റർ, ഫ്യൂവൽ ഫിൽറ്റർ, അതോടൊപ്പം തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ബാറ്ററി, ഇത്രയും കാര്യങ്ങൾ പീരിയോഡിക് സർവീസിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻലി അത് എല്ലാ ടെക്നീഷ്യന്മാർ ചെയ്യും, ബ്രേക്കും ടയറും അത് നമ്മളെല്ലാ സർവീസിലും ചെയ്യാറുണ്ട്. പിന്നെ പെട്രോൾ വണ്ടികളിൽ സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കണം. 100,000 എവറി 100,000 സ്പാർക്ക് പ്ലഗ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതും ചെയ്യുക. അതാണ് മെയിനായിട്ട് നമ്മൾ പീരിയോഡിക് സർവീസിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യണം. പിന്നെ ലൈറ്റ്സ്, വൈപ്പർ ബ്ലൈഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ പീരിയോഡിക് സർവീസിൽ ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, അത് അടുത്ത സർവീസ് വരെ ഓടുമോ, അടുത്ത സർവീസിന് മുമ്പ് മാറേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തി അത് മാറേണ്ടതാണെങ്കിൽ മാറി വിടുക. വൈപ്പർ ബ്ലൈഡൊക്കെ നമ്മൾ ചില സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊന്നും മാറി കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല വൈപ്പർ ബ്ലൈഡ് ഇല്ലെങ്കിൽ
വണ്ടി ജീവൻ വരെ പോകാം. അതെ അതെ, ഡിസബിലിറ്റി ഡ്രൈവബിലിറ്റി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ വൈപ്പർ ബ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സേഫ്റ്റിയുടെ കാര്യങ്ങളിൽ നമ്മൾ സേഫായിട്ട് വാഹനം റോട്ടിൽ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൺസേഫായിട്ട് നമ്മൾ വാഹനം റോട്ടിൽ ഇറക്കുന്നത് നമ്മുടെ ജീവനും അതോടൊപ്പം തന്നെ കൂടെയുള്ളവർക്കും മറ്റുള്ളവർക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടി പോയി ഒരു വേറെ വാഹനത്തിടിച്ച് അവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് വാഹനം റോട്ടിൽ ഇറക്കണമെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അത് നമുക്ക് പല രീതിയിൽ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. വണ്ടി വാഹനങ്ങൾ വഴി കിടക്കുമ്പോൾ നമുക്ക് കൊണ്ടൊന്ന് റിപ്പയർ ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം, പീരിയോഡിക്കായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് വണ്ടി പീരിയോഡിക് മെയിൻ്റനൻസ് ആണ് നമ്മൾ പലപ്പോഴും ചെയ്യാറ്. ഇംഗ്ലീഷിലെ കണ്ടിട്ടില്ലേ, ഇംഗ്ലീഷിലെ കറക്റ്റ് സമയം നോക്കി നേരത്തെ ബുക്ക് ചെയ്തൊരു കറക്റ്റായിട്ട് ചെയ്യും. പീരിയോഡിക് മെയിൻ്റനൻസ് ആണ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ വണ്ടി വഴി കിടന്ന് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പെൻസ് കൂട്ടും, അതോടൊപ്പം തന്നെ അത് ഒട്ടും എന്താ പറയുക സേഫ് അല്ല. നിങ്ങൾ എന്ത് തരത്തിലുള്ള കംപ്ലൈൻ്റ് ആണ് വരണതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ വിളിക്കുന്നവർ, നമ്മൾ വരുന്ന പിള്ളേർ സംസാരമുള്ളവരുടെ എല്ലാം പറയാറുണ്ട്, വണ്ടി നോക്കണം, പുതുതായിട്ട് വരുന്നവർ ഒരു വണ്ടി നോക്കണം, അല്ലെങ്കിൽ വണ്ടി മേടിക്കണം, ഒരു ചെറിയ വണ്ടി മതി, തൽക്കാലത്തിന് കുഞ്ഞു വണ്ടി പഴയത് മതി, അപ്പോൾ എന്നിട്ട് അത് ഇവിടം വരെ പോയാൽ പോരെ, അല്ല തൊട്ടടുത്തല്ലേ എന്നൊക്കെ പറയും. അങ്ങനെയും പറയുന്നവരുണ്ട്. അതുപോലെ ടയർ വലിയ ഓട്ടോ ഉള്ളതൊന്നുമല്ല, അതുകൊണ്ട് കൂടിയ ടയറൊന്നും വേണ്ടെന്ന് പറയും. ഞാൻ പറയുന്ന പോയിന്റ് എന്നാന്ന് അന്നേരം അവരോട് പറഞ്ഞു കൊടുക്കും, നമുക്ക് 5 മീറ്റർ ഓടിയാൽ മതി ഒരു വണ്ടിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാനും എന്ത് വേണേലും എവിടെ വേണേലും സംഭവിക്കാം. അപ്പോൾ അതിനകത്ത് ഇത്ര ദൂരത്തിന് ഇവർക്ക് വണ്ടിക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ ഇത്ര ദൂരം ഓടുന്നുണ്ടല്ലോ, ഇരിക്കുന്നതിന് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ല, നിങ്ങൾ ബ്രേക്കിൻ്റെ റോട്ടറെല്ലാം തീർന്നൊരു പരുവത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വൈഫിൻ്റെ വണ്ടി, സാധാരണ ഒരു വീട്ടിൽ ഒരു വലിയ വണ്ടിയും ഒരു ചെറിയ വണ്ടി ഭാര്യയുടെയും, വലിയ വണ്ടി ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കുടുംബമായിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുകയാണ്. പൊതുവേ അങ്ങനെയാണ്. അപ്പോൾ ഈ ഭാര്യമാർ ഓടിക്കുന്ന വണ്ടികൾ പൊതുവേ ഭർത്താക്കന്മാർ സാധാരണഗതിയിൽ അങ്ങനെ എടുക്കാറില്ല. ഇപ്പം ഞാനും അങ്ങനെ ഒത്തിരി അത് എടുക്കാറില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, ശരിയാണ്. ഇപ്പം എൻ്റെ ഭാര്യയാണെങ്കിലും 10-20 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. UK-ലും ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അവരെപ്പോഴും ഈ വണ്ടിയുടെ പല ഒച്ചകളും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ വേറെ വാർണിംഗ് സൈൻസ് അങ്ങനെ ശ്രദ്ധിക്കാനോ എന്തെങ്കിലും ഉണ്ടെന്ന് ഇവരങ്ങനെ ചെയ്യത്തില്ല. ഇവർ മിക്കവാറും ഒക്കെ AC ഇട്ട് അങ്ങ് ജോലിക്ക് പോകും, ഓടുന്നുണ്ട്, കുഴപ്പമില്ല, സ്റ്റാർട്ടാകുന്നുണ്ട്, പ്രശ്നം കഴിഞ്ഞു, വേറൊന്നും ഇവർ നോക്കത്തില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ എടുത്തപ്പോഴും കുറന്ന് ഭയങ്കര ഒച്ച. ഞാൻ വിചാരിച്ചിട്ട് പൊടിയായിരിക്കും. അന്നേരം ഞാൻ ബിജുവിനോട് പറഞ്ഞു, ബിജു ഇങ്ങനെ ഒച്ചയുണ്ട്. ബിജു പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം എന്നാലും ഒച്ച മാറട്ടെന്ന് കയറി ഞാൻ ഇച്ചിരി ബ്രേക്ക് ഡസ്റ്റിൻ്റെ സ്പ്രേ അടിച്ചു. എന്നിട്ട് അത് മാറുന്നില്ല. അപ്പോൾ ഞാൻ അന്നേരം ഇന്നലെ പള്ളി വെച്ച് കണ്ടപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ബിജു നാളെ ഒന്ന് വാ, നമുക്കതൊന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പം ഇപ്പോൾ പുള്ളി കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഇത് തീർന്നിട്ട് കാലങ്ങളായി മാറ്റണം. അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. ഞാൻ കറക്റ്റായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് പോലും നമുക്ക് അത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ, അറിവില്ലായ്മ ഉണ്ട് കേട്ടോ, അറിയാതെയൊക്കെ പോകും. നമുക്ക് ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിനെ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന പല കാര്യങ്ങളും അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ നമ്മൾ എത്ര അറിയാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ AC-യുടെ ഫിൽറ്റർ, ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം AC-യുടെ ഫിൽറ്റർ എന്ന് പറയുന്നത്, കേട്ടിട്ടില്ല. ആ ഒരു കാര്യം ഇപ്പോൾ കേട്ടോ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത്, ശരിയാണല്ലോ, ഇങ്ങനെ സംഭവം ഉണ്ടോ, ഇന്നുവരെ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതുപോലെ പോളൻ ഫിൽറ്റർ പറഞ്ഞതും എനിക്ക് ഭയങ്കര, അതായത് ഒത്തിരി പിള്ളേർക്ക് അലർജിയും ആസ്മയൊക്കെ ഉണ്ട്. ചില വണ്ടികൾക്കകത്ത് കയറിയാൽ ഭയങ്കര നാറ്റമായിരിക്കും. കാരണം ഇതിൻ്റെ തന്നെ ഫിൽറ്റർ ഊരിയപ്പോഴത്തേനും അതിൻ്റെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ആരും അങ്ങനെ കാശ് വരയ്ക്കുക എന്നുള്ള ഒരു പർപ്പസിലാണ്. അതെ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ടൈം പോവും. ഒരു മണിക്കൂർ സർവീസിലേക്ക് അത് നമ്മൾ അവരുടെ സർവീസ് സെൻ്ററുകളിലൊക്കെ പല മെക്കാനിക്കുകൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഞാൻ പുറത്ത് ഔട്ട് ഓഫ് ഡീലർഷിപ്പുകളിൽ വർക്ക് ചെയ്തിട്ടില്ല, ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ ഒന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെ അത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത വർക്ക്ഷോപ്പുകളിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കീപ്പപ്പ് ചെയ്ത് അത് കൃത്യമായിട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ ഫൈനൽ ഇൻസ്പെക്ഷന് വണ്ടി. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ സ്വന്തമായിട്ടൊരു കാര്യം നടത്തുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചു, നാളെ വേറെ ഒരാൾ വിളിച്ചു, അവൻ ചെയ്യുന്ന ഒരു സർവീസ് അവൻ ഇഷ്ടപ്പെട്ടെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത കച്ചവടം കിട്ടുള്ളൂ. അല്ലെ ഒരു കച്ചവടം തരുന്നതിനേക്കാളും കൂടുതൽ 10 കച്ചവടം കളയാൻ പറ്റും ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പുള്ളി നല്ല തിരക്കുള്ള ആളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം ചെയ്തില്ലെങ്കിലും കുറച്ച് വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റിയിൽ ചെയ്ത് കംബാക്ക് ജോബ് ഇല്ലാണ്ട്, അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കംബാക്ക് ജോബ് ഇല്ലാണ്ട്
കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ നോബിൾ പറഞ്ഞ ഒരു പോയിൻറ്റും കൂടെ ഞാൻ ഒന്ന് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാഹനങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പലപ്പോഴും നമ്മൾ ആ നാട്ടിൽ നിന്ന് വരുന്നവരും ഇവിടെ ഉള്ളവരും ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒത്തിരി കോളുകൾ എനിക്ക് വരാറുണ്ട്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞേക്കട്ടെ. അത് നോബിൾ പറയണേക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഒത്തിരി കോളുകൾ വരുന്നതും ഈ വാഹനങ്ങൾ ബിജു ഒരു വാഹനം ഇൻസ്പെക്ഷൻ ചെയ്യാനും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോവാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ടല്ല 3-4 പോയിൻറ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് 1-2 പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഞാൻ പറയാം. ഒന്ന്, വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ആ വാഹനത്തിൻ്റെ PPSR എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. പേഴ്സണൽ പ്രോപ്പർട്ടി സെക്യൂരിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു അതോറിറ്റിയാണ്. അവിടെ നമുക്ക് ആ വണ്ടിയുടെ അത്യാവശ്യ കാര്യങ്ങൾ, അതായത് ആ വാഹനം വലിയ ഇടി സംഭവിച്ചേക്കുന്നതാണോ, അല്ലെങ്കിൽ അത് സ്റ്റോളൺ ആണോ, റിപ്പോർട്ടുണ്ടോ, ലോണുണ്ടോ, ഫിനാൻസ് അതിൻ്റെ അത് ഉണ്ടോ, അതോടൊപ്പം തന്നെ അത് ഹെയിൽ ഡാമേജ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതി കാണിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വണ്ടിക്ക് സർവീസ് ബുക്ക്, അതായത് ലോഗ് ബുക്ക് സർവീസ് കൃത്യമായിട്ട് ചെയ്തേക്കണ വണ്ടിയാണോ, അതായത് അതാണ് അതിൻ്റെ ഒരു എവിഡൻസ് ഓഫ് ആ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, വണ്ടിയുടെ ഓണർഷിപ്പ് ആരുടെയാണ് വണ്ടി, വാഹനം ഇത് വിൽക്കാനുള്ള വണ്ടി ആരുടെയാണ്. ഇവിടെ പലതരത്തിലുള്ള ലോജിയായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് റിസ്ക് എടുക്കരുത് ഒരു കാരണവശാലും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വാഹനം വലിയ ഇപ്പം ഞാൻ ഈ കുറച്ച് ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ കാണുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ PPSR എല്ലാം ക്ലിയർ ആയിരിക്കും, വണ്ടി ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വണ്ടി, പക്ഷേ സ്റ്റിൽ വണ്ടി വലിയ ഇടി, വാഹനം ഇടിച്ച വണ്ടി വാഹനം ആക്സിഡൻറ്റ് ഇൻവോൾവ് ആയേക്കണ വാഹനങ്ങൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് കാണണേ പല പാനലുകളും റിപ്പയർ ചെയ്തിരിക്കുന്നതും പെയിൻറ്റ് ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റും. നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒത്തിരി കംപ്ലൈൻറ്റുകളാണ്. ഈ ആക്സിഡൻറ്റ് വണ്ടികൾ നമ്മൾ ഇതിൽ പറയും ഇൻസ്പെക്ഷൻ കഴിഞ്ഞ വണ്ടിയാണ്, അത് ഗവൺമെൻറ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ടാണ് വണ്ടി കിട്ടണേന്നൊക്കെ പറയും. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അതൊരു നമുക്ക് ഒരു 100% ഷുവർട്ടി തരുന്ന ഒരു കേസല്ല ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല സമയത്തും ഈ ഇടിച്ച വണ്ടികൾ പിന്നീട് കോംപ്ലിക്കേഷൻസ് വന്ന് അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം PPSR ക്ലിയർ ആയിട്ടുള്ള വാഹനങ്ങൾ നിങ്ങൾ പോയി നോക്കുക. നിങ്ങൾ പോകണേക്ക് മുമ്പായിട്ട് എന്നെ വിളിക്കണേക്കും അല്ലെങ്കിൽ വേറൊരു മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ നടത്തണേക്ക് മുമ്പായിട്ട് തന്നെ ഈ PPSR നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ ഈ വാഹനം ഇൻസ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ വേറൊരു അഭിപ്രായമുള്ളത്. പ്രത്യേകിച്ച് ഈ പുതുതായിട്ട് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്കത് എന്താണെന്നറിയില്ല, ഗവൺമെൻറ്റിന് അത് കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷേ പ്ലീസ് അത് നമ്മൾ ഒന്ന് വിജിലൻ്റ് ആയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മുടെ ജീവിതം, നമ്മുടെ കാശ്, നമ്മുടെ അതെ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വണ്ടി ഇങ്ങനത്തുള്ള പ്രോബ്ലംസിലൊക്കെ വരുമ്പോൾ ഇവിടെ റിപ്പയർ കോസ്റ്റും ചിലപ്പോൾ വണ്ടി തന്നെ നമുക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ള അവസ്ഥയിലുള്ള വണ്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുമല്ലോ. അപ്പോൾ ഈ വണ്ടി ഇപ്പം മേടിക്കുന്നതിൽ ഒരു ചെക്കിംഗ് സർവീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ അല്ല കേട്ടോ പുള്ളി, ഇവർ എല്ലാവരും പ്രൊഫഷണലായിട്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ വന്നുകൊണ്ട് കാണിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരാളുടെ സമയമാണ് നിങ്ങൾ എടുക്കുന്നത്. അത് ഫ്രീ അല്ല ഒരിക്കലും. അതിന് മിനിമം ഒരു ചാർജ് പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി തന്നെ ഇൻസ്പെക്ട് ചെയ്തിട്ട് എൻ്റെ തന്നെ കെയർ ഓഫിൽ അത്യാവശ്യം വണ്ടികളൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് എന്ത് വന്നാലും അല്ല അവർക്ക് എന്ത് വന്നാലും പുള്ളിയെ വിളിക്കാം, സംസാരിക്കാം, അതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് എന്ന് വെച്ച് നമുക്കിങ്ങനെ ഒരു ഒന്നും എഴുതുന്ന രീതിയിലേക്ക് പോകരുത്. കാരണം ജോലിക്കിടയിലാണ് ഇതെല്ലാം പുള്ളി ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെയാണെങ്കിലും
ഞാൻ ഇപ്പൊ ഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് പൈസ ഫോണിലൂടെ പലരും വിളിക്കാറുണ്ട്, ഞാൻ നല്ല അഡ്വൈസ് കൊടുക്കാറുണ്ട്, പലരും ഹാപ്പി ആവാറുണ്ട്, വിളിച്ചെന്നോട് ഫീഡ്ബാക്ക് പറയാറുണ്ട്, നല്ല കാര്യം, താങ്ക് യു. പക്ഷേ നമ്മൾ എൻ്റെ ടൈം ഞാനിപ്പോൾ പേഴ്സണൽ ഞാൻ പോകുന്നതിന് പൈസ ചാർജ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആളുകൾ വണ്ടി കൊണ്ട് ഞാൻ എൻ്റെ ഗ്യാരേജിലേക്ക് വരും, അത് അവിടെ ചെക്ക് ചെയ്യും, ഫുൾ ചെക്ക് ചെയ്യും. നമുക്ക് അത്യാവശ്യം എല്ലാ എക്യുപ്മെൻസും വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കും, ഇന്ന കാര്യങ്ങളാണ് ഒരു കൂടുതൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബ്രിസ്ബേനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിയെ വിളിച്ച് പറയുക ഒരു വണ്ടി ഉണ്ട് വിജു, അല്ലെ നിങ്ങൾക്ക് ഞാൻ ആ വർക്ക്ഷോപ്പിൽ അങ്ങോട്ടൊന്ന് വരട്ടെ, എപ്പോഴാണ് ഉള്ളത്, നിങ്ങൾ വാ. അപ്പം നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ പേടിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയോ അയാൾ ആ ഓണറേയും കൊണ്ടോ അല്ല വണ്ടിയും കൊണ്ട് പുള്ളി എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അത് നോക്കി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ പുള്ളിയുടെ എക്സ്പെർട്ടൈസിലുള്ള അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലും മറ്റ് മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പുള്ളി ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പുള്ളിയെ നിങ്ങൾ വിളിച്ച സ്ഥലത്തോട്ട് വന്നാലും വരും. പക്ഷേ എപ്പോഴും കോൾ ഔട്ടിന് സമയമുള്ളതുപോലെ തന്നെ കോൾ ഔട്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു കുറച്ചുകൂടെ പൈസ കൂടുതൽ വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടുത്തെ അറിയാമല്ലോ, ഒരു പരിപാടിയായിട്ട് പോയാൽ രാവിലെ ഇറങ്ങിയ അല്ല ഒരു വണ്ടി നോക്കാനാണെങ്കിലും പോയാൽ 3-4 മണിക്കൂർ അങ്ങനെ ആ വഴിക്ക് പോകാം. അങ്ങനെയുള്ള കാര്യം ട്രാവലിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇവിടുന്ന് ഏത് ഇവിടേക്ക് പോകണമെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് നമ്മൾ എവിടെയെങ്കിലും പോകണം. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള പൈസ നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ ടൈം എൻ്റെ വണ്ടി ഞാൻ സർവീസിന് ബുക്ക് ചെയ്ത വണ്ടിയൊക്കെ ചിലപ്പോൾ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇൻസ്പെക്ഷന് പോകണം. ഞാൻ പോവാറുണ്ട് പക്ഷെ ഞാൻ പോണേക്ക് മുമ്പായിട്ട് തന്നെ പല ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോ, ഇന്ന കാര്യങ്ങളുണ്ടോ, വണ്ടിയുടെ വാഹനത്തിൻ്റെ വില, ചില ആളുകൾ വാഹനത്തിൻ്റെ വില ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒത്തിരി വ്യത്യാസത്തിലായിരിക്കും ഇട്ടിരിക്കുന്നത്. അത് പക്ഷേ ചില കേസിൽ നമുക്കത് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ എന്നെ വിളിക്കുന്നവരോട് പലരും ഈ PPSR റിപ്പോർട്ടോ അല്ലെങ്കിലുള്ള മറ്റുള്ള ഈ PPSR എടുക്കാനായിട്ട് സാധാരണ വയ്ക്കുമ്പോൾ അവർ തരുന്നല്ലേ PPSR? അത് ഇതല്ല, നമുക്ക് മാൻഡറ്ററി അല്ല, അവർ തരണമെന്നില്ല, നമ്മൾ നോക്കിയെടുക്കണം. അല്ലെങ്കിൽ 20 വേണ്ട, $2 ഉള്ളൂ. PPSR റിപ്പോർട്ട് ppsr.com.au എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാർഡിൽ നിന്ന് $2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കണമെന്നാണ്. കാരണം അല്ലല്ല, അത് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ അത് പ്രത്യേകം പറയാം. PPSR റിപ്പോർട്ടിൽ വണ്ടി ക്ലിയർ ആയിരുന്നു, പക്ഷെ അത് തിരുത്തിയേക്കണം. അതായത് അതിൻ്റെ PDF ഫയൽ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഒരു കസ്റ്റമർക്ക് അത് കിട്ടി. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എന്നെ കാണിച്ചു തന്നു ക്ലിയർ PPSR റിപ്പോർട്ട്. ഞാൻ ആ ആളുടെ മുന്നിൽ തന്നെ വെച്ച് ഞങ്ങൾ PPSR റിപ്പോർട്ട് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു. ആ വണ്ടി ഇടിച്ച വണ്ടിയായിരുന്നു, ഫ്രണ്ടിൽ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എപ്പോഴും PPSR റിപ്പോർട്ട് ആ വിൽക്കുന്നവർ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ $2 കൊടുത്ത് എടുക്കുക. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ വണ്ടി ഇടിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. പ്രശ്നം വരുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴും നമ്മൾ വണ്ടി മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ ആൾക്കാരല്ലോ അതിനകത്ത് എന്തെങ്കിലും കുറച്ച് കിട്ടി, ഇത്ര ലാഭമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ലാഭം കിട്ടുന്ന ഈ എണ്ണ ചോരുന്നറിയ എള്ളു ചോരുന്നറിയായിരുന്നു എന്നാ അങ്ങനെയാണ് ഒരു പറച്ചിലില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കേസ്. 5 ലാഭിക്കാൻ പോയി 50. അതെ, നമ്മളെപ്പോഴും മേക്ക് ഷുവർ ആക്കുക വണ്ടിക്ക് വാഹനത്തിന് ഒരു കംപ്ലൈൻറ്റും മാക്സിമം കുറച്ച്. വാഹനമാണ്, എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റുകൾ വരാം. പക്ഷേ ഈ പ്രസന്റ് കണ്ടീഷനിൽ വണ്ടിക്ക് വേറെ മേജർ ഇഷ്യൂസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വണ്ടി എടുക്കുക. അതാണ് ഇതിൻ്റെ അകത്ത് ഉറപ്പ് വരാൻ പറ്റില്ല. അപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ ഈ വാഹനം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മൾ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഒരു ഉറപ്പ് വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും കയറി ഇരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം അതെ. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം കമ്പ്യൂട്ടറാണ്, സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഫെയിൽ ആവാം. ഇലക്ട്രോണിക് സാധനങ്ങളാണ്, എപ്പോൾ വേണമെങ്കിലും ഫെയിൽ ആവാം. പക്ഷെ നമ്മൾ നിലവിൽ ഒരു വാഹനത്തെ നമ്മൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് നമ്മൾ കറണ്ട് കണ്ടീഷൻസ് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. നിങ്ങൾ ബോഡി ഷോപ്പില്ല, അതായത് വണ്ടി ഇടിച്ച വണ്ടി റിപ്പയർ അങ്ങനെയല്ല, ബോഡി പെയിന്റിങ് അതൊന്നുമില്ല, ടയറിന്റെ പരിപാടി ഇല്ല, വീൽ അലൈൻമെന്റ് ഇല്ല, വീൽ അലൈൻമെന്റ്, ഈ 3 കാര്യങ്ങൾ മാത്രമല്ല എൻ്റെ അറിവ് നിങ്ങൾക്ക് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റിക്കവറി സർവീസ് ചെയ്യുന്നുണ്ടോ? അതായത് വണ്ടി വഴി കടന്ന് ബ്രേക്ക് ഡൗൺ ആയി, അപ്പോൾ അതൊന്ന് പോയി എടുക്കണം, അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നുണ്ടോ? കംപ്ലൈൻറ്റ് അറ്റൻഡിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ
പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് ഇവിടെ ഈ രാജ്യത്ത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഹൈവേയിലാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആവണമെങ്കിൽ നമുക്ക് അവിടെ പോയി ഇങ്ങനെയുള്ള റിക്കവറി കാര്യങ്ങൾ നമുക്ക് ചെയ്യാതെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ വാഹന ഉടമകളും റോഡ് അസിസ്റ്റൻസ് റോഡ് സൈഡ് അസിസ്റ്റൻസ് എപ്പോഴും നിങ്ങൾ എടുക്കണം. അത് 2 കാര്യമാണ്. ഒന്ന്, നിങ്ങൾക്ക് വിത്തിൻ 30 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 1 hourലോ നിങ്ങളെ ആളവിടെ വരും, നിങ്ങളുടെ റോഡ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ആളെ വരും. പ്ലസ് നിങ്ങളുടെ ആ വണ്ടി അവിടെ നിന്ന് ടോ ചെയ്ത് നിങ്ങളുടെ മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇതും അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇതിലും കൂടുതൽ നമുക്ക് ഒട്ടും കിട്ടില്ല ഈ $100. ഇതിൻ്റെ അകത്ത് രസം എന്നാ ബിജു, നമ്മളിപ്പം ബ്രേക്ക് ഡൗൺ ആയി, നമ്മൾ 100 രൂപയ്ക്കുള്ള ആവറേജ് ഒരു വണ്ടി ഇത് ചെയ്യാനായിട്ട് എൻ്റെ വണ്ടികൾക്കൊക്കെ 100 രൂപയുള്ളൂ. അപ്പം ടൊയോട്ടയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ആൾക്കാർ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപ ഞാൻ 20-21 വർഷമായിട്ട് ഈ പറയുന്ന സാധനം എടുത്തിട്ടുള്ള ആളാണ്. ഇതെല്ലാം ഞാൻ എങ്ങും തന്നെ പോകാറില്ല, എത്ര നല്ല വണ്ടിയാണെങ്കിലും. എൻ്റെ ബ്രാൻഡ് ന്യൂ വണ്ടിക്കും ഉണ്ട്, മറ്റേനും ഉണ്ട്. പക്ഷേ 100 രൂപ കൊടുക്കുന്നതിന് അതിൽ ആവിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും ഒരു വഴി കടന്ന് അത് ഒരു റോഡ് സൈഡ് റിക്കവറി ഇല്ലാത്തൊരു വണ്ടിക്ക് അതിന് പൈസ എന്ന് പറയുന്നത് അവർ ഒറ്റ 3-4 കൊല്ലം അടയ്ക്കേണ്ട പൈസ ഒറ്റ റിക്കവറി തീരുമാനമായി കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ചില സമയത്ത് ഞാൻ ചിലപ്പോൾ വല്ല വർക്കിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും എനിക്ക് വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു വർക്കിൽ ഞാൻ അറ്റൻഡ് ആയിരിക്കും, പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് റോഡ് അസിസ്റ്റൻസ് ഉണ്ടോയെന്ന് ആദ്യം ഞാൻ ചോദിക്കാറ്. ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു പലതരത്തിലുള്ള മെമ്പർഷിപ്പുകളുണ്ട്. RSEQൻ്റെ പലതരത്തിലുള്ള മെമ്പർഷിപ്പുകൾ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അനുയോജ്യമായ മെമ്പർഷിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വണ്ടികൾക്കും ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കംപ്ലൈൻറ്റ്, ഈവൻ ഒരു ടയർ പഞ്ചറായാൽ പോലും നിങ്ങൾക്ക് അവർ വന്ന് മാറ്റിയിട്ട് തരും. അത്രയും കാര്യം ബിജുവിനെ ഞാൻ പിടിച്ചു നിർത്തി ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞ് പിടിച്ചു നിർത്തി എടുത്തതാണ്. കാരണം പുള്ളി രാവിലെ പുള്ളിയുടെ ഗാരേജിൽ പോകുന്നതിന് മുമ്പ് വന്നതാണ്. ഞാൻ പറഞ്ഞു വന്നു പോകണം, ഞാൻ പിള്ളേരെ വിട്ടിട്ടെങ്കിൽ വന്നുള്ളൂ. അപ്പം ബിജു ഇത്രയും നേരം തന്നു, ഏകദേശം 10-40 മിനിറ്റോളം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു. പുള്ളി ഇപ്പോൾ ഒരുപാട് പണികൾ പെൻഡിങ് കിടപ്പുണ്ട്. ബിജു ഇത്ര ഇൻഫർമേഷൻസ് തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ പുള്ളിയുടെ പ്രസ്ഥാനം, പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ ഇതിന് താഴെ കൊടുത്തേക്കാം. അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് വിളിച്ചോളൂ. പുള്ളി അപ്പം തന്നെ ഫോൺ എടുത്ത്, വല്ല വണ്ടിയുടെ അടിയിൽ കിടക്കുവാണെങ്കിൽ ചിലപ്പോൾ എടുത്തില്ലെന്ന് വരും, മിക്കവാറും ഒക്കെ എടുക്കും ജൈവയിൽ ഇതുള്ളതുകൊണ്ട്. അപ്പം അല്ലെങ്കിലും പുള്ളി തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കും. പുള്ളി ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നിന്ന് കാണിച്ചു തരാം. കമ്പനിയുടെ പേര് പെനിൻസുലാർ മോട്ടോഴ്സ് എന്നാണ്. അപ്പം അത് ചെയ്യുന്നത് ലോഗ് ബുക്ക് സർവീസ്, ജനറൽ സർവീസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്പെഷ്യൽ ബെൻസിൻ്റെ അത് യൂറോപ്യൻ മോഡലുള്ള എല്ലാ കാറിലും സസ്പെൻഷൻ, സ്റ്റിയറിങ്, ഇലക്ട്രിക്കൽ റിപ്പയറേഴ്സ്, ഇത്രയാണ് പുള്ളി ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റോഡ് വർത്തി സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ടോ? റോഡ് വർത്തി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പുള്ളി ചെയ്യുന്നില്ല കേട്ടോ. റോഡ് വർത്തി സർട്ടിഫിക്കറ്റ്, അലൈൻമെൻറ്റ്, വണ്ടിയുടെ പെയിൻറ്റിങ്, അതുപോലെ ടയർ, ഇത്രയും കാര്യങ്ങളാണ് പുള്ളി ചെയ്യാത്തത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പുള്ളി ഇപ്പം വിളിച്ചാൽ പുള്ളിയുടെ ഈ വണ്ടിയായിട്ട് വരും. പുള്ളിയുടെ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്. ഫോൺ നമ്പർ കണ്ടവർക്ക് കൃത്യമായിട്ട് എഴുതുന്നത് 0411597177. ഇതാണ് പുള്ളിയുടെ ഫോൺ നമ്പർ. അപ്പം ഈ ഫോൺ നമ്പറിൽ ബ്രിസ്ബേണിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഗോൾഡ് കോസ്റ്റിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഇപ്സ്വിച്ചിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പുള്ളി വീട്ടിൽ വന്ന് ചെയ്തു തരും. അതുപോലെ വീട്ടിൽ വന്ന് ഇത് ചെയ്യുന്നതിൻ്റെ ഒന്നോർത്ത് ഒരുപാട് പൈസ ഒന്നും പുള്ളി ചാർജ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഗാരേജിൽ മേടിക്കുന്ന അതേ സെയിം പൈസ തന്നെയാണ്, പ്രൈസ് തന്നെയാണ്. പക്ഷേ ഉള്ളി നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒരുപാട് 1 മണിക്കൂർ അപ്പുറമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ചെറിയ ഫ്യൂവൽ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നു, വണ്ടി അവിടെ ഇട്ടു, അപ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തോ എന്ന് വെച്ചാൽ പാതിരാക്കല്ല, ഇപ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഒരാൾ ഇപ്പം നമുക്ക് വണ്ടി കൊണ്ടു കൊടുക്കാൻ നിർവാഹമില്ല, ഉറങ്ങുവാണ്. അപ്പം ആ സമയത്ത് പുള്ളി ചെയ്താണെന്ന് പറഞ്ഞാൽ പുള്ളി വന്ന് പുള്ളിയുടെ പരിപാടി ചെയ്തിട്ട് പുള്ളി കാര്യങ്ങൾ കഴിഞ്ഞ് പൊക്കോളും. അതുപോലെ തന്നെ 100% ലീഗലായിട്ടും 100% രജിസ്റ്റേർഡ് ആയിട്ടും ഇൻഷുറൻസും അതുപോലെ എല്ലാ കാര്യങ്ങളുമായിട്ട് എടുത്തിരിക്കുന്നൊരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും തന്നെ കാണുന്ന ആളാണ്. അപ്പം പുള്ളിയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, പുള്ളിയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ വണ്ടി മേടിക്കുന്നുണ്ടെങ്കിലോ വണ്ടിക്ക് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിലോ ഒക്കെ വിളിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് എല്ലാവർക്കും പറഞ്ഞാൽ 100% ആക്യുറേറ്റ് ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. കാരണം എപ്പോഴും നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഒരു ലീഗൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുത്തേക്കില്ല ആരും. എല്ലാവരും ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രം എടുത്താൽ മതി. അത് നിങ്ങളുടേതായ രീതിയിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം ബിജു, അപ്പം ഒത്തിരി നന്ദി. എൻ്റെ പ്രേക്ഷകരെല്ലാം വക. അപ്പം നിങ്ങൾക്ക് എനിക്കറിയാം പായാനായിട്ട് നിൽക്കാം, ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണാം. അതുവരെ നോ പ്രോബ്ലം. അടുത്ത വീഡിയോ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി.